لن يضروكم إلا أذى وإن يقاتلوكم يولوكم الأدبار ثم لا ينصرون. നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്കാവില്ല, കുറെ ശല്യപ്പെടുത്താൻ കഴിയുമെന്നല്ലാതെ. നിങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അവർ പിന്തിരിഞ്ഞ് ഓടിക്കളയും. അങ്ങനെ എങ്ങും ആശ്രയം കിട്ടാത്ത നിസ്സഹായരായിത്തീരുന്നു. ضربت عليهم الذلة أينما ثقفوا إلا بحبل من الله وحبل من الناس وباءوا بغضب من الله وضربت عليهم المسكنة ذلك بأنهم كانوا يكفرون بآيات الله ويقتلون الأنبياء بغير حق ذلك بما عصوا وكانوا يعتدون. എവിടെ കാണപ്പെട്ടാലും അവരിൽ ഹീനത മുദ്രിതമായിട്ടുണ്ടായിരിക്കും. അല്ലാഹുവിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർക്ക് വല്ല അവലംബവും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യമാകുന്നു. അവർ അല്ലാഹുവിന്റെ കോപത്തിൽ വീണുപോയിരിക്കുന്നു. ദീനതയാലും ഗതികേടിനാലും അവർ കീഴടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നതിനാലത്രേ ഇതൊക്കെയുമുണ്ടായത്. ഇത് അവരുടെ ധിക്കാരത്തിന്റെയും അക്രമത്തിന്റെയും ഫലമാകുന്നു. യഹൂദർ ലോകത്തെവിടെയെങ്കിലും വല്ല സമാധാനവും നേടിയിട്ടുണ്ടെങ്കിൽ അന്യരുടെ ദാക്ഷിണ്യം കൊണ്ട് മാത്രമാണ്, സ്വന്തം ഗുണം കൊണ്ടല്ല തന്നെ. ഒന്നുകിൽ വല്ല മുസ്ലിം രാഷ്ട്രവും ദൈവനാമത്തിൽ അവർക്ക് അഭയം നൽകി, അല്ലെങ്കിൽ വല്ല അമുസ്ലിം രാഷ്ട്രവും താങ്ങും തണലുമായി നിന്നു. ഇങ്ങനെ പലപ്പോഴും അവർക്ക് ലോകരംഗത്ത് ശക്തി ആർജിക്കാൻ സന്ദർഭം ലഭിക്കുകയുണ്ടായി. എന്നാൽ അതൊന്നും തന്നെ സ്വന്തം കരബലം കൊണ്ടായിരുന്നില്ല, അന്യന്റെ ഔദാര്യം മാത്രമായിരുന്നു. ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون. എന്നാൽ വേദവിശ്വാസികളെല്ലാവരും ഒരുപോലെയല്ല. സന്മാർഗത്തിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗവും അവരിലുണ്ട്. അവർ നിശാവേളകളിൽ അല്ലാഹുവിന്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യുകയും അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും ചെയ്യുന്നു. يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين. അവർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നു, ധർമ്മം കൽപ്പിക്കുന്നു, അധർമ്മം നിരോധിക്കുന്നു, സുഹൃതങ്ങളിൽ ഉത്സുകരാകുന്നു, അക്കൂട്ടർ സജ്ജനങ്ങളുമാകുന്നു. وما يفعلوا من خير فلن يكفروه والله عليم بالمتقين. അവർ ചെയ്യുന്ന ഒരു നന്മയും വിലമതിക്കപ്പെടാതിരിക്കുകയില്ല. അല്ലാഹു ഭക്തജനങ്ങളെ നന്നായി അറിയുന്നവനല്ലോ. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك أصحاب النار هم فيها خالدون. എന്നാൽ സത്യനിഷേധികളായവരോ അവരുടെ സമ്പത്താവട്ടെ സന്താനങ്ങളാവട്ടെ അല്ലാഹുവിങ്കൽ അവർക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നതല്ല. അവർ നരകത്തിൽ പോകുന്നവരാകുന്നു, അതിൽ നിത്യവാസികളുമാകുന്നു. مثل ما
ينفقون في هذه الحياة الدنيا كمثل ريح فيها صر أصابت حرث قوم ظلموا أنفسهم فأهلكته وما ظلمهم الله ولكن أنفسهم يظلمون. ഐഹിക ജീവിതത്തിൽ അവർ ചെലവഴിക്കുന്നതിന്റെ ഉപമ അതിശൈത്യമുള്ള ഒരു കാറ്റിന്റേതാകുന്നു. അത് തങ്ങളിൽ തന്നെ അക്രമം പ്രവർത്തിച്ച ജനത്തിന്റെ കൃഷിയിടത്തെ ബാധിച്ചു, അതിനെ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു അവരെ ദ്രോഹിച്ചിട്ടില്ല, പിന്നെയോ അവർ തന്നെയാണ് അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉപമയിൽ പറഞ്ഞ കൃഷി ജീവിത കർമ്മമാണ്. കർമ്മങ്ങളുടെ വിളവെടുപ്പ് പരലോകത്ത് വെച്ചാണ് നടക്കുക. കാറ്റുകൊണ്ടുള്ള വിവക്ഷ ജനോപകാരത്തിനുള്ള ബാഹ്യ താൽപര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിശ്വാസികൾ പൊതുക്ഷേമ പ്രവർത്തനങ്ങളിൽ ധനം ചെലവഴിക്കുക. അവരുടെ ജീവിതത്തെ അപ്പടി വഴിതെറ്റിച്ചു കളഞ്ഞ വിശ്വാസരാഹിത്യവും ദൈവിക വ്യവസ്ഥയോടുള്ള അനാദരവുമാണ് ശൈത്യം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഈ ഉപമയിൽ ഒരു പ്രധാന സംഗതി അടങ്ങിയിട്ടുണ്ട്. കൃഷിയുടെ വളർച്ചയ്ക്കും പോഷണത്തിനും വായു അത്യാവശ്യമാണ്. എന്നാൽ അത് ശീതക്കാറ്റായി മാറുമ്പോൾ കൃഷിയുടെ വളർച്ചയ്ക്കല്ല, നാശത്തിനാണ് കാരണമായി തീരുക. ഇതേ പ്രകാരം പാരത്രിക കൃഷിയുടെ പോഷകങ്ങളാണ് ദാനധർമ്മങ്ങൾ. പക്ഷേ അവിശ്വാസത്തിന്റെ വിഷക്കാറ്റേറ്റാൽ ആ കൃഷി പറ്റെ നശിച്ചു പോകും. മനുഷ്യന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അവൻ കൈകാര്യം ചെയ്യുന്ന ധനത്തിന്റെ ഉടമസ്ഥനും അല്ലാഹു തന്നെ. അവൻ വസിക്കുന്ന ലോകവും അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹുവിന്റെ ഈ അടിമ ഉടമയുടെ മേലധികാരം അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഉടമസ്ഥതയിൽ മറ്റു വല്ലവരെയും അവൻ അന്യായമായി കൂറുകൂട്ടുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ ധനവും രാജ്യവും കൈകാര്യം ചെയ്യുമ്പോൾ അവന്റെ നിയമവ്യവസ്ഥ പാലിക്കുന്നില്ലെങ്കിൽ, മനുഷ്യന്റെ നടപടി അത്രയും മഹാപാതകമായി തീരുന്നതാണ്. പ്രതിഫലമല്ല അവന് ലഭിക്കുക. കുറ്റകൃത്യങ്ങൾ കാരണമായി ക്രിമിനൽ ശിക്ഷാ നടപടിക്ക് വിധേയനാവുകയാണ് ചെയ്യുക. ഒരു ഭൃത്യൻ യജമാനന്റെ അനുമതിയില്ലാതെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് യഥേഷ്ടം ചെലവഴിക്കുന്നത് ധിക്കാരമല്ലെങ്കിൽ മറ്റെന്താണ്? يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر قد بينا لكم الآيات إن كنتم تعقلون. ഓ വിശ്വാസികളെ, നിങ്ങളിൽപ്പെട്ടവരെയല്ലാതെ നിങ്ങളുടെ ഉള്ളുകള്ളികൾ അറിയുന്നവരാക്കരുത്. നിങ്ങളുടെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും അവർ പാഴാക്കുന്നതല്ല. നിങ്ങൾക്ക് ഹാനികരമായതെന്തും അവർക്ക് പ്രിയങ്കരമാകുന്നു. അവരുടെ മനസ്സിലെ വിദ്വേഷം വായകളിലൂടെ പ്രകടമായിട്ടുണ്ട്. അവരുടെ മാറിടങ്ങളിൽ ഒളിച്ചുവെച്ചിട്ടുള്ളത് അതേക്കാൾ ഭയങ്കരമത്രേ. സ്പഷ്ടമായ നിർദ്ദേശങ്ങൾ നാം നൽകിക്കഴിഞ്ഞു. നിങ്ങൾ ബുദ്ധിയുള്ളവരെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്നതിൽ സൂക്ഷ്മത പാലിക്കുക. ഇസ്ലാമിന്റെ വിരോധികളോട് സ്വീകരിക്കേണ്ട സമീപനം വ്യക്തമാക്കുകയാണ് ഈ സൂക്തം. മദീനയുടെ അതിർത്തികളിൽ വസിച്ചിരുന്ന ജൂതഗോത്രങ്ങളുമായി ഔസ്, ഹസ്റജ് ഗോത്രങ്ങൾ പണ്ടുകാലം മുതൽ സൗഹൃദ ബന്ധത്തിലായിരുന്നു. ജൂത അറബി കുടുംബാംഗങ്ങൾക്കിടയിൽ വ്യക്തിപരമായി തന്നെ അടുത്ത ചങ്ങാത്തമുണ്ടായിരുന്നു. ഗോത്രപരമായും അവർ സഖ്യത്തിലേർപ്പെട്ടിരുന്നു. ഔസും ഹസ്റജും മുസ്ലിങ്ങളായി തീർന്ന ശേഷവും ജൂതന്മാരുമായുള്ള പൂർവ്വബന്ധങ്ങൾ നിലനിർത്തിപ്പോന്നു. വ്യക്തികൾ തങ്ങളുടെ പഴയ ജൂത സുഹൃത്തുക്കളുമായി ഉറ്റ സൗഹൃദത്തിലും സ്നേഹത്തിലും വർദ്ധിച്ചു പോരുകയും ചെയ്തു. അന്ത്യപ്രവാചകരോടും അവിടുത്തെ ദൗത്യത്തോടും പകപോക്കാൻ പറ്റിയ ഒരവസരമായാണ് യഹൂദികൾ ഈ മൈത്രിയെ ഉപയോഗിച്ചത്. ഇസ്ലാം മതത്തിൽ ചേർന്നവരുമായി ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിന് അവർ തയ്യാറുണ്ടായിരുന്നില്ല. അൻസാരികളോട് പ്രത്യക്ഷത്തിൽ വലിയ സ്നേഹവും സന്തോഷവും അഭിനയിക്കും. ഹൃദയത്തിലാകട്ടെ അസഹ്യമായ രോഷവും വെറുപ്പുമായിരുന്നു. മുസ്ലിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് അവർ അന്യായമായി മുതലെടുത്തുകൊണ്ടിരുന്നു. സംഘടനാ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് ശത്രുക്കൾക്ക് അറിവ് കൊടുക്കുകയും സംഘടനയ്ക്കുള്ളിൽ കുഴപ്പവും ഭിന്നിപ്പും സൃഷ്ടിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു അവരുടെ സ്നേഹാഭിനയത്തിന്റെ ലക്ഷ്യം.
ഈ കപടനയത്തിന്റെ ഉള്ളുകള്ളി തുറന്നു കാട്ടിക്കൊണ്ട് അത്തരക്കാരെ വിശ്വാസികൾ മനസാക്ഷി സൂക്ഷിപ്പുകാരാക്കരുതെന്ന് ഉപദേശിച്ചിരിക്കുകയാണ് അല്ലാഹു. ഹാ അൻതും ഉലൈ തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി വഇദാ ലഖൂകും ഖാലൂ ആമന്നാ വഇദാ ഖലൗ അദ്ദൂ അലൈകുമുൽ അനാമില മിനൽ ഗൈദ് ഖുൽ മൂതൂ ബിഗൈദികും ഇന്നല്ലാഹ അലീമുൻ ബിദാതിസ് സുദൂർ. നിങ്ങൾ അക്കൂട്ടരെ സ്നേഹിക്കുന്നു, അവരോ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങളാവട്ടെ സകല വേദങ്ങളിലും വിശ്വസിക്കുന്നുമുണ്ട്. നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്നു, നിങ്ങളുടെ ദൈവദൂതനിലും വേദത്തിലും ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. പിരിഞ്ഞുപോയി കഴിഞ്ഞാലോ നിങ്ങളോടുള്ള വിദ്വേഷത്താൽ അവർ വിരലുകൾ കടിക്കുകയായി. അവരോട് പറയുക, നിങ്ങളുടെ ദേഷ്യത്തിൽ സ്വയം നീറി മരിച്ചുകൊള്ളുക. ഹൃദയങ്ങളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ അല്ലാഹു സുവ്യക്തമായി അറിയുന്നുണ്ട്. ഇവിടെ മുസ്ലിങ്ങളുടെ വേദവിശ്വാസം പരാമർശിച്ചതിന്റെ താൽപര്യം ഇതാണ്. മുസ്ലിങ്ങൾ ഖുർആനോടൊപ്പം തൗറാത്തും അംഗീകരിക്കുന്നു. യഹൂദികളാകട്ടെ ഖുർആൻ അംഗീകരിക്കുന്നില്ല. ആ സ്ഥിതിക്ക് മുസ്ലിങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കാൻ ന്യായമായ ഒരു കാരണവും അവർക്കില്ല. ഖുർആൻ അംഗീകരിക്കാത്തതിന്റെ പേരിൽ അവരെക്കുറിച്ച് നിങ്ങൾക്കായിരുന്നു ആവലാതി ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, സംഭവിച്ചിരിക്കുന്നത് മറിച്ചാണ്. إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط. നിങ്ങൾക്കൊരു നന്മ ഭവിച്ചാൽ അവർക്ക് ഖേദം തോന്നുന്നു. നിങ്ങൾക്കൊരു ദോഷം പിണഞ്ഞാലോ സന്തോഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ക്ഷമയോടെ ദൈവഭക്തിയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ കുതന്ത്രങ്ങളൊന്നും ഏശുന്നതല്ല. അവർ പ്രവർത്തിക്കുന്നതിനെയെല്ലാം അല്ലാഹു വലയം ചെയ്തിരിക്കുന്നു. لن يضروكم إلا أذى